ചക്ക ഒന്നിന് 2 രൂപയോ? കർത്താവേ, എന്നാ അന്യായ വില! 2 രൂപ ഒട്ടും കൂടുതലല്ല ചേച്ചി. ചക്കക്കുരു ഉൾപ്പെടെയായി വില. ഇതെന്നാത്തിനാടി ചക്ക വില കൊടുത്തു വാങ്ങുന്നേ? നമുക്ക് വീതം കിട്ടിയ പുരയിടത്തിലെ പ്ലാവയിൽ ചക്ക പുണ്ണു പോലെയല്ലേ പിടിച്ചു കിടക്കുന്നത്. ഞാൻ പോയി ചക്ക ഇട്ടോണ്ട് വരാം. പിന്നെ എന്റെ ഒരു കച്ചി വരും, ഇരിക്കാൻ പറ. ചക്ക 2-3 ഒന്നിച്ച് കെട്ടിയേ തലയിലോട്ട് വെച്ചോണം. നിന്റെ അപ്പൻ നിന്നെ എന്റെ തലയിലോട്ട് കെട്ടിവെച്ച പോലെ. പ്ലാവേൽ കേറാൻ ആള് വേണം. ആരെ വിളിക്കും? നമ്മുടെ സാമുവേലിന്റെ മകനാ വിളി. നല്ല കയറ്റമുള്ള ജോലിയാന്നാ കേട്ടെ. അങ്ങേര് സബ് കളക്ടറാ ചേട്ടാ. ഒന്ന് വേഗം വാടി, ബസ് ഇപ്പൊ പോവും. ദണ്ടത് ഈ പ്ലാവേന്നേ നല്ല വിളഞ്ഞ ചക്ക നോക്കി ഒരു 3-4 എണ്ണം ഇങ്ങോട്ട് ഇടണമല്ലോ. എന്താവും കൂലി? 2-3 ചക്ക ഇടുന്നതിന് സാറിനോട് എന്ത് കണക്ക് പറയാനാ? സാറിന് ഇഷ്ടമുള്ള എന്തേലും തന്നാ മതി സാർ. ദാ 10 രൂപയുണ്ട്. 10 രൂപയോ? 80 രൂപയാ കയറ്റക്കൂലി. 4 ചക്കയിട്ടതിന് 80 രൂപയോ? ഇത് എവിടത്തെ കൂലി? എവിടത്തെ കൂലിയോ? മര്യാദക്ക് കാശ് വെച്ചു പോടൂ എച്ചി. ഇതാ 80 രൂപ. ചേട്ടാ, ഈ ചക്കയൊന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിച്ചു തരുവോ? ലോഡിങ്ങിന് ഇവിടെ ആൾക്കാരുണ്ട്. ചക്ക ഒന്നിന് ചുമട്ട് കൂലി 20 രൂപയാ. ചക്ക ആ ബസ്സിന് മുകളിലോട്ടൊന്ന് കയറ്റി തരണം. ബസ്സേ കയറ്റാനുള്ള അവകാശം ഞങ്ങൾക്കാ. ആഹാ, എങ്കിൽ ഞാൻ തന്നെ ചക്ക കയറ്റിക്കോളാം. ചക്കയൊന്നും ബസ്സിനകത്ത് കയറ്റാൻ പറ്റില്ല, അത് മുകളിലേക്ക് ഇട്. താൻ ബസിന്റെ മുകളിൽ ചക്ക കയറ്റുന്ന ഒന്ന് കാണണം. ചക്ക കയറ്റി. ഇനി പോവാ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഞങ്ങളുടെ കൂലി എടുക്ക്. എന്നാ കൂലി? ഞാനല്ലേ ചക്ക കയറ്റിയത്. താൻ ഇവിടത്തുകാരനൊന്നും അല്ലേ. എടോ, ഞങ്ങളുടെ നോക്കുകൂലി താടോ 80 രൂപ. 1972 ലേബർ ആക്ട് പ്രകാരം നിശ്ചിത വേതന. വേഗം ഇടപാട് തീർക്കടോ, ഞങ്ങൾക്ക് പോവാനുള്ളതാ. മൂന്ന് ചക്ക ബസ്സിന്ന് താഴെ പോയിടി. ഒരു ചക്ക ഇവിടെ കൊണ്ടുവന്നപ്പം ചെലവ് 210 രൂപ. 2 രൂപയ്ക്ക് തേൻവരിക്ക മുറ്റത്ത് കൊണ്ടുവന്നതാ. എങ്കിലും സ്വന്തം മണ്ണിലെ രുചി ഒന്ന് വേറെ തന്നെയാടി. ഇത് പേട്ട് ചക്കയാണല്ലോ, ഒറ്റ ചൊളയില്ല. പാപ്പ വേഗം സ്ഥലം വിട്ടോ, അമ്മച്ചിയുടെ കൈ കോടാലിയാ.